ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ കുംഭമേളയ്ക്ക് ത്രിവേണി സംഗമത്തിൽ പുണ്യം നേടാനായിട്ട് കുളിക്കാൻ പോയ കുറേ ആളുകൾ മുങ്ങി മരിച്ച വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ വായിക്കാൻ പറ്റിയത്. അത് വായിച്ചപ്പോഴുണ്ടായ ഒരു പഴയ കാലത്തെ ഒരു സ്റ്റോറി, അതായത് റിയലായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ചെറുപ്പത്തിലെ മനഃശാസ്ത്രം വായിക്കാനായിട്ട് അത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്നെ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു സാറ് അന്ന് ഒരുപാട് മനഃശാസ്ത്ര മാസികകൾ വാങ്ങിച്ചു തരികയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ഡോക്ടർ A.T. കോവൂറിൻ്റെ ബുക്കുകൾ വായിക്കാനായിട്ട് അതിനകത്തെ കഥകൾ പറഞ്ഞിട്ട് ആ ബുക്കുകൾ കൊണ്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ A.T. കോവൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും ഒരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ബുക്കിൽ എഴുതിയ ഒരു കഥ മാത്രം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അദ്ദേഹം അന്ന് ഹയർ സ്റ്റഡീസിന് പോയത് ഈ UP-യിലുള്ള ത്രിവേണി സംഗമത്തിനടുത്തുള്ള ഒരു കോളേജിലാണ് ഹയർ സ്റ്റഡീസിന് പോയത്. അവിടെ യമുന നദി അല്ലെ ഗംഗാ നദി, സരസ്വതി, ഇത് മൂന്നും സംഗമിക്കുന്നതാണ് ത്രിവേണി സംഗമം. ഈ ഗംഗയിലെ ജലം കൊണ്ടുവന്ന് നാട്ടിലുള്ളവർക്ക് കൊടുത്താൽ അവരുടെ തലവേദന പോകുമെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു വിടുമായിരുന്നു, ഗംഗാനദി അടുത്തല്ലേ, കുറച്ച് വെള്ളം കൊണ്ടുതരാമോ, ഞങ്ങൾക്ക് തലയെ തേക്കാനാ, തലവേദന പോകാനാന്നൊക്കെ പറയും. ഇദ്ദേഹം എന്നെടുക്കും പൈപ്പിലെ വെള്ളം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് അയൽക്കാർക്ക് കൊടുത്തിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് പറയും, നല്ല വെള്ളമായിരുന്നു, ഞങ്ങളുടെ തലവേദന പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ബുക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഒരു അന്നത്തെ കാലത്തൊരു നിരീശ്വരവാദി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ നിരീശ്വരവാദത്തിലൂടെ പോയി കുറച്ച് നാൾ മനഃശാസ്ത്ര മാസികകളൊക്കെ വായിച്ച് ആ ഇടയ്ക്കാണ് എൻ്റെ കല്യാണവും കഴിഞ്ഞത്. അപ്പം എല്ലാവരും മംഗളവും മനോരമയൊക്കെ പൈങ്കിളി വാരികകളൊക്കെ വായിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മനഃശാസ്ത്രം മാസികകളാണ്. അപ്പോൾ എനിക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് 6 വർഷത്തേക്കുള്ള മനഃശാസ്ത്രം മാസികകൾ വരുത്തി തരികയും 6 വർഷം മുഴുവൻ ഞാനത് വായിക്കുകയും ഈ അന്ധവിശ്വാസങ്ങൾ എന്താണെന്നും ഇതുപോലെയുള്ള ത്രിവേണി സംഗമത്തിൽ പോയി കുളിക്കുമ്പോൾ കിട്ടുന്ന അവർക്ക് എന്ത് പുണ്യമാണ് കിട്ടുന്നതെന്നും അതുപോലെ ആൾ ദൈവങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും അതിനുള്ളിലെ മാജിക് എന്താണെന്നും അതറിയാനുള്ള ത്രില്ലുകളും പിന്നെ സമൂഹത്തിൽ നടക്കുന്നതും കുടുംബങ്ങളിൽ നടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സൈക്കോളജിസ്റ്റൊക്കെ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു മനഃശാസ്ത്ര മാസികയിൽ. അത് വായിച്ച് ഞാൻ വേറൊരു തലത്തിലെത്തി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിങ്ങനെ കൂടുതൽ പോയാൽ എനിക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ സൈക്കോളജി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം മാറ്റിപ്പിടിച്ച് പിന്നെ കുറച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് ഒരുങ്ങി. പവർ ഓഫ് യൂണിവേഴ്സ് എന്താണെന്ന് അത് തേടിപ്പോകാൻ തുടങ്ങി. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, പവർ ഓഫ് യൂണിവേഴ്സ് മാത്രമേ ഇന്ന് ഈ ലോകത്തുള്ളൂ. അല്ലാതെ ഏത് വെള്ളത്തിൽ കുളിച്ചാലും അപകടം മാത്രമാണ് മിച്ചം. ഈ പറയുന്ന ചിന്തകളെല്ലാം വെറും മിഥ്യാധാരണയാണെന്ന് ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്.